ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ അരച്ചെടുത്ത ഇഡ്ഡലിയാണ് കേട്ടോ, പുറത്തുനിന്ന് മാവ് മേടിച്ചതല്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാനതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇളക്കി മാറ്റി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് എടുക്കുന്നത്. അല്ലാതെ ചൂടോട് കൂടി നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇളകി വരത്തില്ല. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം ഞാൻ ഇഡ്ഡലി എടുക്കുകയാണ്. ഇതുപോലത്തെ കുഞ്ഞ് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു 6 ഇഡ്ഡലി മതിയാവും കേട്ടോ. ദോശയായാലും അങ്ങനെ തന്നെ. പിന്നെ ഇഡ്ഡലി വലിയ താല്പര്യമില്ല. സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇഡ്ഡലി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കേട്ടോ. അല്ലാതെ ചമ്മന്തിക്കറിയോ മറ്റ് കിഴങ്ങ് കറിയോ അങ്ങനത്തെ ഉള്ളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പച്ചക്കറിയെല്ലാം തീരുന്ന ദിവസമാണ്. ഫ്രിഡ്ജിൽ ഏകദേശം കഴിയാറായി. അപ്പോൾ പിന്നെ സാമ്പാറിന് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അതാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഊണിനും എടുക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ബാക്കി വന്ന എല്ലാ പച്ചക്കറികളും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം ഇന്ന് പച്ചക്കറി പുതിയതായിട്ട് മേടിക്കാൻ കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ടി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു, പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കണ്ടില്ലേ, ജസ്റ്റ് ഇതാണ് രാവിലെ എഴുന്നേറ്റ് അങ്ങറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പാത്രങ്ങളും പച്ചക്കറികളൊക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ അടുക്കള കാണുന്നത്. പിന്നെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് അതിനങ്ങ് ഒതുക്കി വയ്ക്കും. അപ്പോൾ ചൂര മീനും നത്തോലി മീനും കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ബീട്രൂട്ടും പകുതി സവാളയും പിന്നെ കുറച്ച് ബീൻസ് 2-3 അമരക്കായുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് അപ്പോൾ ഇന്ന് പച്ചയും ചുവപ്പും നിറത്തിലുള്ള തോരൻ കൂടി വയ്ക്കുവാണ്. അപ്പോൾ ഇതിനിടയിൽ ഒത്തിരി ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. പറ്റുന്നതൊക്കെ മാക്സിമം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ആ സമയത്തേക്ക് നമ്മുടെ കുക്കറിലിരുന്ന സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സാമ്പാറിൻ്റെ മസാല ഇടുന്നത് ഇങ്ങനെയായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യമുണ്ടതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഇടും. പിന്നെ മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പുളിയും ഞാൻ കോരാനായിട്ട്, അതായത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സാമ്പാറിലെ കഷ്ണങ്ങൾ നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സാമ്പാറിലെ കഷ്ണങ്ങൾ ഇങ്ങനെ ഉടച്ചെടുക്കും കേട്ടോ. എന്നാൽ മാത്രമേ ഇവിടുത്തെ കഷ്ണങ്ങളെല്ലാം കഴിക്കുന്നവരുടെ വയറ്റിലേക്ക് പോകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളെല്ലാം വെവ്വേറെ മാറ്റി വയ്ക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള മസാല എടുത്ത് അത് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് മിക്സ് ചെയ്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിൽ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ സാമ്പാർ വയ്ക്കുന്നത്. തീരെ ലൂസാക്കി സാമ്പാർ വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സാമ്പാർ ആവശ്യത്തിന് ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും കൂടി താളിച്ചൊഴിച്ച് നമ്മുടെ സാമ്പാർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ താളിപ്പും കൂടി ഞാൻ ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഓരോ കറികളും കൂട്ടാൻ വെക്കുമ്പോഴത്തേക്ക് അതിന് ഉടനെ തന്നെ ആ പാത്രത്തിലൊന്ന് മാറ്റി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കി അടച്ച് മാറ്റി വയ്ക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് സാമ്പാർ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ ആൾക്ക് വേണ്ടിയിട്ട് എടുക്കുവാണ്. സാമ്പാർ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇഡ്ഡലി നികക്കി സാമ്പാർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഞാനൊരു പാനിലേക്ക് തോരന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ബീൻസും എല്ലാം കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ പോകട്ടെ. ഞാൻ 2 മീൻ, അതായത് നത്തോലിയും ചൂരമീനും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറെ പാത്രങ്ങളിലല്ല, ഒരുമിച്ച് തന്നെ മസാല പുരട്ടി ഒരുമിച്ച് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് തന്നെയല്ല, അപ്പോൾ ഒരേ മസാല വെച്ച് തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ നെത്തോലി മീൻ വയ്ക്കുന്ന സമയത്ത് എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, നെത്തോലി മീനിൻ്റെ പ്രത്യേകതയാണെന്ന് പറയുന്നത്, ഇവിടെ ആകെ അത് പൊട്ടിത്തെറിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ചുറ്റുപാടും ഒക്കെ ആകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ വെച്ചു വാർത്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചോറ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ടൊമാറ്റോ കൊണ്ടൊരു ഫ്രൈയും മാങ്ങ അച്ചാറും കൂടി വയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കണ്ടില്ലേ, എല്ലായിടത്തും എണ്ണ തെറിച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇനി മൂടി വെച്ച് വേവിക്കാൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അരപ്പൊക്കെ സാധാരണ നമ്മൾ തോരനൊക്കെ റെഡിയാക്കുന്ന അരപ്പിട്ട് ഒന്ന് ഒതുക്കി വെച്ചെടുത്ത്
അതൊന്ന് ഇതായി വരുന്ന സമയത്ത് ഞാൻ മീൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഓയിൽ മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ടൊമാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ തോരൻ അരപ്പ് ഒതുക്കി കൊടുത്തത് നന്നായിട്ടൊന്ന് ആവിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരപ്പ് ആദ്യം ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ അരപ്പൊക്കെ ഒന്ന് ആവി കൊണ്ട് നന്നായിട്ട് കുക്കായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുമാണ് കാണാൻ, നല്ല ടേസ്റ്റും മണമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. ടൊമാറ്റോ ഞാൻ അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മസാലയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ലൂസായിട്ടാണ് ഞാൻ ഈ മിക്സർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് കുക്കായി വരും. അപ്പോൾ ഒരുപാടങ്ങ് വഴണ്ട് പോകാത്ത രീതിയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. മീൻ പൊരിച്ച, അതായത് മീൻ നമ്മൾ പൊരിച്ചെടുത്ത അതേ ഓയിലിലേക്കാണ് കേട്ടോ ഞാൻ ടൊമാറ്റോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓയിലിന് നാളത്തേക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കളയാനും മനസ്സില്ല, അതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു കേട്ടോ. മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമായിരിക്കും, ഇനി കഴിക്കുമ്പോഴത്തേക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത തോരനും കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, അവനെടുത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കോരി വായിക്കും. ഇനിയിപ്പോൾ അവിടെ എല്ലായിടും എന്തായാലും തോരൻ്റെ ഒരു പകുതി ഭാഗം അവിടെയൊക്കെ ആക്കിയിട്ട്, എന്നാലും എന്നെ സഹായിക്കാൻ വന്നതല്ലേ എന്ന് കരുതി ഞാനവിടെ കയറ്റി ഇരുത്തിയതാണ് കേട്ടോ. അതിപ്പോൾ എനിക്ക് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് ഗാർലിക്, അത് നമ്മൾ വെളുത്തുള്ളി കൂടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഓയിലൊന്നും ഇഷ്ടമായിട്ടില്ല മീൻ പൊരിച്ചതിൽ. ടൊമാറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പക്ഷേ ഈ ടൊമാറ്റോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ. വോയിസ് കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ മാറി വരുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.